ഹായ് ഹലോ. പിന്നെ നമ്മൾ പ്ലസ് വൺ അക്കൗണ്ടൻസിയുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള ചാപ്റ്റർ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 9 മാർക്ക് 8 മാർക്ക് എന്തായാലും ഈ ചാപ്റ്ററിനുണ്ട്. ഇത് അക്കൗണ്ടിങ്ങിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള തിയറികളാണ് ഇതിൽ പറയുന്നത്. ഇത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നുകൂടെ എളുപ്പമാകും. ഓക്കെ, അപ്പോൾ ഇതിൽ കാര്യമായിട്ട് പറയുന്നത് ഒരു 13 തിയറികൾ പറയുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 13 തിയറികൾ. ഇതാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. പരീക്ഷയ്ക്ക് എന്തായാലും ഈ സാധനങ്ങൾ ചോദിക്കും. ചിലപ്പോൾ വൺ വേർഡായിട്ട് ചോദിക്കലുണ്ട്. വൺ വേർഡായിട്ട് എന്തായാലും ചോദിക്കും. 2-3 കൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും. പിന്നെ ഇതിൽ GSTയുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഭാഗമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ രണ്ടാമത്തെ ചാപ്റ്റർ ഒരു 9 മാർക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് എന്താക്കാം, എടുക്കാം. നോക്കാം, ഇതിൽ ആദ്യം പറയുന്ന സാധനം GAAP എന്ന് പറയുന്നൊരു സാധനമാണ്. GAAP എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നാണ്. ജനറലി എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട്, ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ സ്വീകരിച്ച, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അതായത് അക്കൗണ്ടിങ്ങിൻ്റെ തത്വങ്ങൾ. അപ്പോൾ മൊത്തത്തിൽ സ്വീകരിച്ച അക്കൗണ്ടിങ്ങിൻ്റെ തത്വങ്ങൾ എന്നാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ ചിലപ്പം എന്താവുന്നോ, ഇത് GAAP ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കും. ഒന്നുകിൽ GAAP ഫുൾ ഫോം, അതല്ലെങ്കിൽ IFRS ഫുൾ ഫോം, അതല്ലെങ്കിൽ ICAIയുടെ ഫുൾ ഫോം, അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ GAAP ഫുൾ ഫോം നമ്മൾ പറഞ്ഞു, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഇനി ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. അതായത് അക്കൗണ്ടിങ്ങിൽ, അതായത് ഏതൊരു സാധനത്തിനും ഒരു യൂണിഫോമിറ്റി വേണം. യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഏകതാ രൂപം, എല്ലാം ഒരേപോലെ ആവണം. അതാണ് അതിൻ്റെ ചുരുക്കം പറഞ്ഞാൽ. ഞാൻ അക്കൗണ്ടിങ് രൂപപ്പെടുത്തുന്നത് ഒരു രൂപത്തിൽ, അപ്പുറത്തെ കടക്കാരൻ രേഖപ്പെടുത്തുന്നത് വേറെ രൂപത്തിൽ, അങ്ങനെ ഓരോ ആളുകൾ ഓരോ രൂപത്തിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല എന്നോ, ഒരു ചേർച്ച ഉണ്ടാവില്ല. അപ്പം ഏകദേശം എല്ലാവരും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച കുറച്ച് നിയമങ്ങളും കുറച്ച് കൺസെപ്റ്റുകളും കുറച്ച് തിയറികളാണെന്ന് ഈ GAAP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂണിഫോമിറ്റി കൊണ്ടുവരിക, ഒരു ഏകത കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ GAAP എന്ന് പറഞ്ഞ സാധനം ഉള്ളത് കേട്ടോ. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഇനി ഇതിലൊരു 13 കൺസെപ്റ്റ് പറയുന്നുണ്ട്. നമ്മൾ എന്താക്കുകയാണ്, ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കുകയാണ്. ഇതിൽ ഒന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റാണ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അസ്തിത്വം എന്നൊക്കെയാണ് നമ്മൾ അതിന് മലയാളത്തിൽ അർത്ഥം പറയാം. അതായത് ബിസിനസ് എന്നുള്ളത് അതൊരു വേറിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. അതായത് ഒന്നുകൂടെ, ബിസിനസ് വേറെ, മുതലാളി വേറെ, ഇത് രണ്ടാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് കൊണ്ട് എന്താവുന്നത്, ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ മുതലാളിയാണ്, നിങ്ങളൊരു പുതിയൊരു തുടങ്ങി, ഒരു പുതിയൊരു കമ്പ്യൂട്ടറിൻ്റെ ഷോപ്പ് തുടങ്ങി. അങ്ങനെ ഒരു 20 ലക്ഷം ക്യാപിറ്റൽ മുടക്കിയിട്ടാണ് നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ ഷോപ്പ് തുടങ്ങിയത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം. ഓക്കെ, മുതലാളി ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പൈസക്കാണ് നമ്മൾ എന്തെന്ന് പറയാം, ക്യാപിറ്റൽ എന്ന് പറയാം. അങ്ങനെ ആ സമയത്ത് മുതലാളി കൊണ്ടുവരുന്ന ഈ ക്യാപിറ്റൽ നമ്മൾ ചിന്തിക്കുക, എൻ്റെ പൈസ തന്നെയല്ലേ, ഞാൻ രേഖപ്പെടുത്തണ്ടല്ലോ എന്നാണ് ചിന്തിക്കുക. അതുണ്ടാവാൻ പാടില്ല. ബിസിനസ് എന്ന് പറയുന്നത് വേറൊരു ആളായിട്ട്, വേറൊരു വ്യക്തിയായിട്ട് നിങ്ങൾ സങ്കല്പിച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ എളുപ്പമാവും. നിങ്ങളെന്ന മുതലാളി ബിസിനസ് എന്ന മനുഷ്യന് ഒരു 30 ലക്ഷം കൊടുത്തു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ വേറെ, ബിസിനസ് വേറെ. ഇതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ദ എൻറ്റിറ്റി ഓഫ് ബിസിനസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. എൻറ്റിറ്റി ഓഫ് ബിസിനസ്സിൻ്റെ അസ്തിത്വം, അതല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഉണ്മ, അതല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ നിലനിൽപ്പ്, ഈസ് ഡിഫറെൻറ്റ്. അതെന്താണ് ഡിഫറെൻറ്റ്, വ്യത്യസ്തമാണ്, ഫ്രം ഇറ്റ്സ് ഓണർ, അതിൻ്റെ ഓണറിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് ഓണർ വേറെയാണ്, ബിസിനസ് വേറെയാണ്. ഇതിനാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ സാധനം നമ്മൾ പറയുന്നത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റാണ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. മണി എന്ന് പറഞ്ഞാൽ പണം, മെഷർ എന്ന് പറഞ്ഞാൽ അളക്കുക എന്നുള്ളതാണ്. ഓക്കെ, കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആശയം. ഓക്കെ, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, അതായത് ബിസിനസ്സിൽ പണത്തിൽ അടയാളപ്പെടുത്താൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ എന്താവുള്ളൂ, അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുള്ളൂ. ഇതാണ് രണ്ടാമത്തെ കൺസെപ്റ്റ്. ഒരു ഉദാഹരണത്തിന്
5,000 സാധനം ഒരാൾ വാങ്ങി എങ്കിൽ നമ്മൾ 5,000 എന്താക്കും, ചേർക്കും. ഓക്കെ. അതേസമയം 5,000 സാധനം നല്ല നീളമുള്ള ഒരു മനുഷ്യൻ വാങ്ങി. ഈ നീളമുള്ള എന്ന് പറഞ്ഞ സാധനത്തെ നമുക്ക് എവിടെയെങ്കിലും രേഖപ്പെടുത്താൻ പറ്റുമോ? പണത്തിൽ രേഖപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളെന്താവില്ല, അത് നമ്മൾ രേഖപ്പെടുത്തൂല. മാനേജർ മാറി എന്ന് പറഞ്ഞ സാധനം നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അതേസമയം മാനേജറുടെ ശമ്പളം കൂട്ടി, അത് നമുക്ക് രേഖപ്പെടുത്താൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നോക്കുക, പണത്തിൽ രേഖപ്പെടുത്താൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ എന്താവുള്ളൂ, പണത്തിൻ്റെ മൂല്യത്തിൽ അളക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ എന്താവുള്ളൂ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുകയുള്ളൂ. ഇതാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു സാധനമുണ്ട്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ. അതായത് ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, പോവുക എന്നുള്ളതാണ്. ഓക്കെ. കൺസേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, സ്ഥാപനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഉദ്ദേശം എത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ ആരും ബിസിനസ് നടത്തുന്നത്, പിന്നെ എനിക്കൊരു 10 ലക്ഷം കടമുണ്ട്, അപ്പം ഞാൻ ആ കടം വീട്ടാൻ വേണ്ടി ഞാൻ ബിസിനസ് തുടങ്ങി. 10 ലക്ഷം കടം വീട്ടിക്കഴിഞ്ഞ് പിന്നെ ലാഭത്തിലാണെങ്കിൽ ഞാൻ ആ കട പൂട്ടോ? ഇല്ല. അത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളും എന്താവും, അങ്ങനെ എന്താവും, സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം നമ്മൾ ഏതൊരു ബിസിനസ്സും തുടങ്ങുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതിന് ഇന്ന സമയത്ത് പൂട്ടുക എന്നുള്ള ചിന്താഗതി നമുക്ക് ഉണ്ടാവില്ല. ഇതാണ് ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞത്. ഓക്കെ. ഒന്നുകൂടെ നോക്കാം. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. ബിസിനസ് വിൽ ലാസ്റ്റ്, ബിസിനസ് എന്താവും, ലാസ്റ്റ് ആവും, നീണ്ടു നിൽക്കും എന്നർത്ഥം, അവസാനിക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നീണ്ടു നിൽക്കും. ഫോർ എ ലോങ് ടൈം, ഒരുപാട് സമയത്തേക്കുള്ളതാണ് ഈ ബിസിനസ്. അതായത് പെട്ടെന്ന് പൂട്ടുക എന്നുള്ള കൺസെപ്റ്റിലല്ല നമ്മളാരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ബിസിനസ് തുടങ്ങുന്നത് പെട്ടെന്ന് പൂട്ടാൻ വേണ്ടിയിട്ടല്ല, ഒരുപാട് കാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ സാധനം അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞ സാധനമാണ്. അതായത് അക്കൗണ്ടിങ് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളെ ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, കണക്കുകളൊക്കെ രേഖപ്പെടുത്തണ്ടേ. അപ്പോൾ നമ്മൾ ഈ വർഷം നമുക്ക് ലാഭമാണ്, ഈ വർഷം നമുക്ക് നഷ്ടമാണ്, കഴിഞ്ഞ വർഷം നമുക്ക് ലാഭമാണ്. അപ്പോൾ നമ്മൾ ഈ ലാഭം നഷ്ടമൊക്കെ എങ്ങനെ തീരുമാനിക്കുന്നത്, ഒരു സമയത്തേക്ക് വെച്ചിട്ടാണ്. ചിലപ്പോൾ ഒരു 6 മാസം കൂടുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടും, എന്നിട്ട് ലാഭമാണോ നഷ്ടമാണോ നോക്കും. അതല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള എന്താവും നമ്മൾ കണക്ക് കൂട്ടും. അപ്പോൾ ഈ ഒരു വർഷം, അതല്ലെങ്കിൽ നമ്മൾ ലാഭം നഷ്ടം കണക്കാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്യൂറേഷൻ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ നിർണ്ണയിക്കുന്ന ഒരു പരിധി, ഒരു സമയപരിധി ഉണ്ട്, ഒരു ഡ്യൂറേഷൻ. അതിനാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അടുത്ത സാധനം കോസ്റ്റ് കൺസെപ്റ്റാണ്. കോസ്റ്റ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഏതൊരു സാധനം വാങ്ങുന്ന സമയത്തും ഏതൊരു അസറ്റ് വാങ്ങുന്ന സമയത്തും അതിൻ്റെ വില നിർണ്ണയിക്കേണ്ടത്, അതല്ലെങ്കിൽ അതിൻ്റെ അസറ്റിൻ്റെ വില എന്ന് പറഞ്ഞ് എഴുതേണ്ടത് അത് വാങ്ങിയ വില മാത്രമല്ല, അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ പൈസ എന്താക്കണം, അതിലേക്ക് ചേർക്കണം. ഒരു ഉദാഹരണം, നിങ്ങൾ ഒരു ചൈന എന്നൊരു മെഷീൻ വാങ്ങി. ചൈനയിൽ നിന്ന് മെഷീൻ വാങ്ങിയപ്പം ആ മെഷീൻ്റെ വില 1,00,000 അങ്ങനെ അത് ഇവിടെ കൊച്ചി എയർപോർട്ടിൽ ഷിപ്പിൽ എന്താക്കി കൊച്ചി വരെ എത്തിച്ചു സാധനം. അത് നിങ്ങൾ 5,000 കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഒരു 10,000 കൊടുത്തിട്ടാണ് നിങ്ങളെ നാട്ടിലേക്ക് നിങ്ങൾ എത്തിച്ചത്. ഓക്കെ. പിന്നെ നിങ്ങൾ അത് മെക്കാനിക്കിന് അതായത് ഫിറ്റ് ചെയ്യുന്ന ആൾക്ക് എന്താക്കി പൈസ കൊടുത്തിട്ട് 1,000 കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അസറ്റിൻ്റെ വില എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതേണ്ടത് 1,00,000 എന്നല്ല, 1,00,000 മെഷീൻ്റെ വില എന്നല്ല നിങ്ങൾ എഴുതേണ്ടത്. പകരം 1,00,000 പ്ലസ് 10,000 ഷിപ്പിന് കൊടുത്ത പൈസ പ്ലസ് 5,000 10,000 എത്ര ആവട്ടെ, പ്ലസ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലോറിയിൽ നിങ്ങളെ നാട്ടിൽ എത്തിച്ച പൈസ പ്ലസ് നിങ്ങൾ ആ മെക്കാനിക്കിന് കൊടുത്ത പൈസ, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക, കോസ്റ്റ് തീരുമാനിക്കുക. അതായത് വാങ്ങിയ വിലല്ല, പ്രവർത്തിക്കാൻ വേണ്ടി ആവുന്ന രൂപത്തിൽ ആ അത്രയും പ്രവർത്തന സജ്ജമാവുന്നത് വരെ എന്തൊക്കെ ചിലവുകൾ നിങ്ങൾക്ക് വന്നോ അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുക, കോസ്റ്റ് എന്ന് പറയുക. ഓക്കെ. അതിനെ നമ്മൾ അക്വിസിഷൻ എന്നുള്ള രൂപത്തിലാണ് പറയുക കേട്ടോ. നെക്സ്റ്റാണ് നമ്മൾ ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞ സാധനം. ഇത് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. ഡുവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡുവൽ സിം എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ. ഡുവൽ എന്ന് പറഞ്ഞാൽ 2 എന്നാണ് അർത്ഥം. ഓക്കെ. ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ വശം എന്നാണ് അർത്ഥം. ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 2 വശം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ ബിസിനസ്സിൽ
എന്ത് പരിപാടി നടത്തുകയാണെങ്കിലും, അതായത് എന്ത് ഇടപാട് നടത്തുകയാണെങ്കിലും അതിന് രണ്ട് വശം ഉണ്ടാവും. ഇതാണ് പഠിത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എന്താക്കി ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. ഒരു 10 ലക്ഷത്തിന് നേരത്തെ നിങ്ങൾ കമ്പ്യൂട്ടർ ഷോപ്പ് തുടങ്ങിയില്ലേ? ഇപ്പം നിങ്ങളെ ബിസിനസ്സിൻ്റെ കയ്യിൽ അസറ്റായിട്ട്, ആസ്തിയായിട്ട് 10 ലക്ഷം ഉണ്ട്. നിങ്ങൾ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവന്നു, അപ്പം എന്തായി? അസറ്റായിട്ട് 10 ലക്ഷം ഇപ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിലുണ്ട്. എന്നാൽ അതേമാതിരി തന്നെ ബിസിനസ്സിന് 10 ലക്ഷത്തിൻ്റെ കടബാധ്യത ഉണ്ടായിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കുക. ഇവിടെ ഒറ്റ 10 ലക്ഷമേ ഉള്ളൂ കേട്ടോ. ആ ഒറ്റ 10 ലക്ഷത്തിന് രണ്ട് വശമുണ്ട്. ഒരു വശം അത് ബിസിനസ്സിൻ്റെ അസറ്റാണ്, അതോടൊപ്പം അത് ബിസിനസ്സിൻ്റെ ആസ്തിയാണ്. ബിസിനസ്സിൻ്റെ ബാധ്യതയാണ്. എങ്ങനെ ബാധ്യത ആകണമെന്ന് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബിസിനസ് വേറെയാണ്, മുതലാളി വേറെയാണെന്നുള്ളത്. അപ്പം ബിസിനസ് എന്ന് പറഞ്ഞ വ്യക്തി മുതലാളിക്ക് തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ് ഈ 10 ലക്ഷം എന്ന് പറഞ്ഞത്. ഇനി വേറെ നോക്കുക. നിങ്ങൾ കടയിൽ പോയിട്ട് എന്താക്കി, നിങ്ങളെ കമ്പ്യൂട്ടർ ഷോപ്പിലേക്ക് ഒരു 2 കമ്പ്യൂട്ടർ നിങ്ങൾ അപ്പുറത്തുനിന്ന് വാങ്ങിയെന്ന് വിചാരിക്കുക. നിങ്ങളെ കൈമന്ന് എന്താ പോയത്? ക്യാഷ് പോയി. പകരം നിങ്ങൾക്ക് എന്ത് തിരിച്ച് കിട്ടി? കമ്പ്യൂട്ടർ കിട്ടി. രണ്ട് വശമല്ലേ, ഒന്ന് പോയതും ഒന്ന് വന്നതും. ഇനി നിങ്ങളെന്താക്കി, അതിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ വിറ്റു. അപ്പോൾ എന്താ സംഭവിച്ചത്? നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ പോയി, തിരിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. ഇനി കടത്തിനാണ് നിങ്ങൾ വിറ്റതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കൈമന്ന് എന്ത് പോയി? കമ്പ്യൂട്ടർ പോയി. തിരിച്ച് നിങ്ങൾക്ക് എന്താ കിട്ടിയത്? നിങ്ങൾക്ക് പൈസ തരാനുള്ള ഒരാളെ കിട്ടി. ഡെപ്റ്റേഴ്സ് അസറ്റാണ്. അപ്പോൾ അത്രയും മനസ്സിലാക്കേണ്ടുള്ളൂ. ബിസിനസ്സിൽ എന്ത് ഇടപാട് നടന്നാലും അതിന് രണ്ട് വശം ഉണ്ടാവും. ഇതാണ് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്തത് റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം എന്നാണ് അർത്ഥം. റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിയാമെന്നൊക്കെ അർത്ഥം വെച്ചാൽ മതി. അപ്പോൾ റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് ഒരു വരുമാനം നമ്മളതായി തീരുക എന്നുള്ളത്. ഒരു ഉദാഹരണത്തിന്, വരുമാനം നമ്മളതായി തീരുന്നത് എപ്പോഴാണോ നിങ്ങൾ ആ സാധനം കസ്റ്റമർക്ക് കൊടുക്കുന്നത്. കസ്റ്റമർക്ക് നിങ്ങൾ എപ്പോഴാണോ സാധനം കൊടുക്കുന്നത്, ആ കൊടുക്കുന്ന സമയത്താണ് അത് നിങ്ങളെ വരുമാനമായി മാറുന്നത്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഒരാൾ വന്നിട്ട്, നിങ്ങൾ ഫർണിച്ചർ കടയാണ്, ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു, അടുത്ത 10-ാം തീയതിക്ക് എനിക്കൊരു ടേബിൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ എന്താക്കി, നിങ്ങളാണ് കടൻ്റെ മുതലാളി, അടുത്ത 10-ാം തീയതിക്ക് ടേബിൾ വേണമെന്നാണ് പറഞ്ഞത്. ഇന്ന് 1-ാം തീയതിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 1-ാം തീയതി അയാൾ ഓർഡർ ചെയ്തു. 3-ാം തീയതി അല്ലെങ്കിൽ വേണ്ട 5-ാം തീയതി എന്താക്കി, അതിൻ്റെ പണി പൂർത്തിയായി. ഓക്കെ, 1-ാം തീയതി മൂപ്പര് ഓർഡർ ചെയ്തു, 5-ാം തീയതി അതിൻ്റെ പണി പൂർത്തിയായി. 10-ാം തീയതി എന്താക്കി, നിങ്ങൾ ആ സാധനം മൂപ്പർക്ക് കൊടുത്തു. മൂപ്പര് 12-ാം തീയതി നിങ്ങൾക്ക് പൈസ തന്നു. ഇവിടെ 4 ഡേറ്റ് ഉണ്ട് കേട്ടോ. 1-ാം തീയതി ഓർഡേഡ്, ഓക്കെ, 3-ാം തീയതി പണി 5-ാം തീയതി പണി പൂർത്തിയായി. 10-ാം തീയതി നിങ്ങൾ ആ ടേബിൾ എന്താക്കി കസ്റ്റമർക്ക് കൊടുത്തു. 15-ാം തീയതി എന്താക്കി നിങ്ങൾക്ക് പൈസ കിട്ടി. എന്നാൽ ഈ 4 ഡേറ്റിൽ ഏത് ദിവസമാണ് നമ്മൾ റവന്യൂ റെക്കഗ്നിഷനായിട്ട് രേഖപ്പെടുത്തുക? അതായത് ഇതിൽ ഏത് ദിവസമാണ് ഈ വരുമാനം നിങ്ങളതായി എന്ന് പറഞ്ഞാട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക? ഇതിനാണ് നമ്മൾ റവന്യൂ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ സാധനം എപ്പോഴാണോ കൈമാറിയത് അന്നാണ് നമ്മൾ എന്തെന്ന് പറയാം? റവന്യൂ റെക്കഗ്നിഷൻ എന്ന് പറയാം. അപ്പോൾ 1-ാം തീയതി ഓർഡർ ചെയ്തിട്ടുള്ളൂ, അന്ന് സാധനം കൊടുത്തിട്ടില്ല. 5-ാം തീയതി പണി പൂർത്തിയായിട്ടുള്ളൂ, അന്ന് നമ്മൾ സാധനം കൊടുത്തിട്ടില്ല. 10-ാം തീയതിയാണ് നമ്മൾ സാധനം കൊടുത്തത്. 10-ാം തീയതി നമ്മളെ കയ്യിൽ നിന്ന് സാധനം കസ്റ്റമറിലേക്ക് പോയി. അപ്പോൾ അന്നാണ് ആ സാധനത്തിൻ്റെ ഓണർഷിപ്പ് എന്തായത് അങ്ങോട്ട് മാറിയത്. അന്നാണ് നമ്മൾ റവന്യൂ റെക്കഗ്നിഷൻ എന്ന് പറയുക. ഓക്കെ, വരുമാനം പൈസ കിട്ടിയത് അന്നാണ് 15-ാം തീയതിയാണ്. പക്ഷേ 15-ാം തീയതിയാണ് നിങ്ങൾക്ക് പൈസ കിട്ടിയതെങ്കിലും ആ പൈസ നിങ്ങളതായിട്ട് എന്ന് മുതൽ ഇത് നിങ്ങളെ പൈസയായി മാറിയിട്ടുണ്ട്? 10-ാം തീയതി മുതൽ നിങ്ങളെ പൈസയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 10-ാം തീയതിയാണ് ഈ റവന്യൂ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് മാച്ചിങ് കൺസെപ്റ്റാണ്. അതായത് മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മാസത്തെ വരുമാനം അത് ഈ മാസത്തെ ചെലവുമായിട്ട് തന്നെ എന്താക്കണം? ചേർക്കണം. അതായത് ഒന്നുകൂടെ പറഞ്ഞാൽ ഈ മാസത്തെ ചെലവും അതിൽ നിന്നുണ്ടായ വരുമാനം അത് ഈ മാസത്തിലേക്ക് തന്നെ എന്താക്കണം? ചേർത്ത് എഴുതണം. ഇതാണ് മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ എന്താക്കിയില്ല, റെൻറ്റ് നമ്മൾ കമ്പ്യൂട്ടർ ഷോപ്പ് വേറൊരാളെ ഷോപ്പിലാണ്, വേറൊരാളെ ബിൽഡിങ്ങിലാണ് എന്താവുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസത്തെ പൈസ നമ്മൾ ഈ മാസത്താണ് കൊടുത്തത്.
കഴിഞ്ഞ മാസത്തെ റെൻറ്റ് നമ്മൾ ഈ മാസമാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത 10,000 റുപ്യാണ് റെൻറ്റ് എന്ന് വിചാരിക്കുക. ഈ മാസം നമ്മൾ 20,000 കൊടുത്തു. ഇതിൽ ശരിക്ക് 10,000 കഴിഞ്ഞ മാസത്താണ്, ഡിസംബറത്തതാണ്. ജനുവരിയിലെ 10,000 ഡിസംബറിലെ 10,000 നമ്മൾ ഇപ്പോഴാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ മാച്ചിങ് കൺസെപ്റ്റ് അനുസരിച്ച് പറയുന്നത് നിങ്ങൾ ഈ 20,000-ലെ 10,000, അതായത് ഡിസംബറിലെ 10,000 നിങ്ങൾ ഡിസംബറിലെ കണക്കിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഒരു മാസത്തെ അതല്ലെങ്കിൽ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഏതൊരു ഡ്യൂറേഷനിലെ വരുമാനവും ചെലവും ആ ഡ്യൂറേഷനിൽ മാത്രമേ എന്താകാൻ പാടുള്ളൂ, രേഖപ്പെടുത്താൻ പാടുള്ളൂ എന്നുള്ള രൂപം. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റാണ്. ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലോസ് എന്ന് പറഞ്ഞാൽ അടക്കുക എന്ന അർത്ഥം. ഡിസ്ക്ലോസ് എന്ന് പറഞ്ഞാൽ അപ്പം എന്താ അർത്ഥം? തുറക്കുക എന്ന്, അതായത് ഓപ്പൺ ആക്കുക എന്ന്, അതായത് തെളിയിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവം എന്താക്കണം, നിങ്ങൾ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തണം. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം അതിൽ നിന്ന് എന്താകാൻ പാടില്ല, വിട്ടു പോകാൻ പാടില്ല. അതും പിന്നെ എന്തായിരിക്കും, ചേർക്കുന്ന എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് തന്നെ ചേർക്കണം. ഒന്നുകൂടെ, ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ ചേർക്കുന്ന സാധനങ്ങൾ വസ്തുതാപരവുമായിരിക്കണം, അതോടൊപ്പം പ്രാധാന്യമുള്ള ഓൾ റെലവൻറ്റ് ഇൻഫർമേഷൻ, പ്രാധാന്യമുള്ള എല്ലാ സാധനങ്ങളും എന്താക്കണം, അതിലേക്ക് ചേർക്കണം എന്നാണ് പറയുന്നത് ഫുൾ ഡിസ്ക്ലോഷർ. ഓക്കെ, ഇനി അടുത്തത് കൺസിസ്റ്റൻസി കൺസെപ്റ്റാണ്. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സ്ഥിരത എന്നാണ് ഇതിന് മലയാളത്തിൽ പറയാം. അതായത് നിങ്ങൾ ഈ വർഷം നിങ്ങൾ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഒരു രൂപം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഒരു മെത്തേഡാണ് നിങ്ങൾ ഈ വർഷം ഫോളോ ചെയ്യുന്നതെങ്കിൽ വരുന്ന വർഷങ്ങളിലും അതേ മെത്തേഡ് തന്നെ എന്താക്കണം, നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതിനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി കൺസെപ്റ്റ് എന്ന് പറയുക. ഓക്കെ, നമുക്കൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മളെ ഡിപ്രിസിയേഷൻ കാണാൻ നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും പിന്നെ ഒന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും. 2 മെത്തേഡ് ഉണ്ട്. നിങ്ങൾ ഈ വർഷം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലാണ് നിങ്ങളുടെ മെഷീനറിൻ്റെ ഡിപ്രിസിയേഷൻ നിങ്ങൾ കണ്ടതെങ്കിൽ വരും വർഷങ്ങളിലൊക്കെ അതേ മെത്തേഡ് തന്നെ എന്താവണം, നിങ്ങൾ പിന്തുടരണം. ഈ വർഷം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, അടുത്ത വർഷം റിട്ടേൺ ഡൗൺ, പിറ്റത്തെ വർഷം സ്ട്രൈറ്റ് ലൈൻ, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഒരു നയം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം എന്താവണം, അത് തുടരണം. ഇതിനാണ് നമ്മൾ കോൺസിസ്റ്റൻസി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സാധനം നമ്മൾ പറയുന്നത് കൺസർവേറ്റിസം കൺസെപ്റ്റാണ്. കൺസർവേറ്റിസം കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് മുൻകൂട്ടി കാണുന്ന ലാഭം നമ്മൾ രേഖപ്പെടുത്തൂല, അതേസമയം മുൻകൂട്ടി കാണുന്ന നഷ്ടം എന്താക്കും, രേഖപ്പെടുത്തും. ഇതിനാണ് നമ്മൾ കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന് പറയാം. ഇതിന് വേറെ പേരും കൂടെ ഉണ്ട്, പ്രിയോഡൻസ് എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും പരീക്ഷയ്ക്ക് എന്താവാറുണ്ട്, 1 വേർഡായിട്ട് ചോദിക്കാറുണ്ട്, ഒരു മാർക്ക് കളയരുത്. ഓക്കെ, ഒന്നുകൂടെ നോക്കുക, ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് വ്യക്തമാക്കാം. മുൻകൂട്ടി കാണുന്ന ലാഭം രേഖപ്പെടുത്തൂല, അതേസമയം മുൻകൂട്ടി കാണുന്ന നഷ്ടം എന്താക്കും, രേഖപ്പെടുത്തും. ഉദാഹരണം പറയാം. റമദാനാണ് വരുന്നത്. അപ്പോൾ നമ്മളെ കടയിൽ നല്ല കച്ചവടം നടക്കും. പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡ്രസ്സും കാര്യമൊക്കെ, ടെക്സ്റ്റൈൽസാണെന്ന് വിചാരിക്കുക, നല്ല കച്ചവടം നടക്കും. അപ്പോൾ നമ്മൾ അന്ന് നമുക്കൊരു 40,000-ൻ്റെ കച്ചവടം അധികം നടക്കും എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ എന്താക്കാൻ പാടില്ല, 40,000 നേടാൻ പാടില്ല. അതേസമയം നഷ്ടം നമ്മൾ രേഖപ്പെടുത്തും. ഒരു ഉദാഹരണത്തിന് നമ്മൾ എന്താവാനുണ്ടോ, ഈ വർഷം 3 ലക്ഷത്തിൻ്റെ കച്ചവടം നടത്തി. ഏത് വർഷം കച്ചവടം നടത്തി കഴിഞ്ഞാലും ഒരു 20,000 രൂപ ആളുകൾ എന്താ വലിയ തരാറില്ല, തരാന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ച് നടക്കലുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്താക്കുന്നു, പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കിട്ടൂല എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുക, അതിനാണ് നമ്മൾ പ്രൊവിഷൻ എന്ന് പറയാം. ഇത് മുൻകൂട്ടി കാണുന്നൊരു നഷ്ടമാണ്, നമുക്ക് ഉറപ്പില്ല. പ്രൊവിഷൻ അതായത് നമ്മൾ മാറ്റി വെക്കുകയാണ്, കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നതിനാണ് നമ്മൾ പ്രൊവിഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, മുൻകൂട്ടി കാണുന്ന ലാഭം, പെരുന്നാൾക്ക് അത്ര ലാഭം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ രേഖപ്പെടുത്തിയില്ല, അതേസമയം ഇത്ര പൈസ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചു. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന് പറയാം. അടുത്ത സാധനം മെറ്റീരിയലിറ്റി കൺസെപ്റ്റാണ്. ഈ മെറ്റീരിയലിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ
അനാവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ എന്താക്കാതിരിക്കുക, അതിൽ ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇറലവൻ്റ് ആയിട്ടുള്ള പ്രാധാന്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ അതിൽ ചേർക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മളിങ്ങനെ ചെറിയ സാധനങ്ങൾ വാങ്ങിയത് വരെ ഓരോ സാധനം ഇങ്ങനെ എഴുതിയാൽ വലിയ അക്കൗണ്ടിങ് റിപ്പോർട്ടായിരിക്കും. അപ്പോൾ അത് കുറച്ച് ടാസ്ക്കാണ്, പ്രത്യേകിച്ച് തിരക്കുള്ള മുതലാളിമാരൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട സാധനം ഇവിടെ 2 ഉണ്ട്. ഒന്ന് മെറ്റീരിയലിറ്റി കൺസെപ്റ്റും ഉണ്ട്, അതോടൊപ്പം തന്നെ ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു മാറ്റമുള്ളൂ, ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും. ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റിൽ പറയുന്നത് പ്രധാനപ്പെട്ട എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ മെറ്റീരിയലിറ്റി കൺസെപ്റ്റിൽ പറയുന്നത് എന്താണെന്നറിയോ, പ്രധാനപ്പെടാത്ത സാധനങ്ങളായി ഒഴിവാക്കുക എന്നുള്ളതാണ്. രണ്ടും തമ്മിൽ ചെറിയൊരു മാറ്റമുണ്ട്, നല്ല ശ്രദ്ധിക്കുക. ഒന്ന് പ്രധാനമുള്ളത് എല്ലാം ഉണ്ടാവണം എന്നാണ്. രണ്ടാമത്തിൽ പറയുന്നത്, മെറ്റീരിയലിറ്റിയിൽ പറയുന്നത് എന്താണ്, അനാവശ്യമായിട്ടുള്ള കുറേ സാധനം അതിലേക്ക് ആഡ് ചെയ്യരുത്. അപ്പം പിന്നെ കൃത്യമായി, അതായത് രണ്ടും കൂടെ കൂട്ടി വായിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, അക്കൗണ്ടിങ് റിപ്പോർട്ടിൽ അനാവശ്യമായിട്ട് കുറേ സാധനങ്ങൾ ചേർക്കാനും പാടില്ല, എന്നാൽ അതിൻ്റെ സത്ത ചോർന്നു പോകാനും പാടില്ല. ഇതാണ് അതിൻ്റെ കൺക്ലൂഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റാണ്. ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പിന്നെ നമ്മൾ ഏത് സാധനം നമ്മൾ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്ന സമയത്തും എല്ലാത്തിനും എന്ത് വേണമെന്ന് തെളിവ് വേണം. ഉദാഹരണത്തിന് 10,000-ൻ്റെ എന്താക്കി നമ്മളെന്തോ ഒരു സാധനം വാങ്ങി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തുന്ന സമയത്ത് ഒരു ബില്ലോ അല്ലെങ്കിൽ വൗച്ചറോ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് വേണം, നിങ്ങളെ കയ്യിൽ വേണം. അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്ന, നിങ്ങൾ അക്കൗണ്ടൻ്റ് ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ അക്കൗണ്ടൻ്റ് ആണ്, നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഏത് സാധനത്തിനും നിങ്ങൾ രേഖപ്പെടുത്തുന്ന സമയത്ത് ഒരു തെളിവിൻ്റെ പിൻബലം എന്ത് വേണം, നിങ്ങളെ ഇതിന് വേണം, രേഖപ്പെടുത്തലിന് വേണം. ഇല്ലെങ്കിൽ എന്താ, മുതലാളിക്ക് നിങ്ങളെ സംശയിക്കാനുള്ള അവസരമുണ്ട്. ഒരു സാധനത്തിൻ്റെ വില നിങ്ങളെന്താക്കി കൂട്ടിയിട്ട്, സാധനം നിങ്ങൾ 20,000-ന് വാങ്ങിയതാണ്, നിങ്ങൾ അതിലിട്ടത് 25,000 എന്നാണ്, മുതലാളിക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ സാധനം വിറ്റു, 20,000-ന് വിറ്റു, നിങ്ങൾ അതിൽ രേഖപ്പെടുത്തിയത് 18,000 എന്നാണ്, മുതലാളിക്ക് നഷ്ടമല്ലേ? ആണ്. അപ്പോൾ മുതലാളിക്ക് നിങ്ങളെ സംശയിക്കാനുള്ള വകുപ്പുണ്ടോ? അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുന്ന ഏത് സാധനത്തിനും ബില്ല് അല്ലെങ്കിൽ ഒരു വൗച്ചർ അതല്ലെങ്കിൽ ഡോക്യുമെൻ്റ് എന്ത് വേണം, നിങ്ങളെ കയ്യിൽ വേണം. ഇതാണ് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. 13 കൺസെപ്റ്റ് എന്താക്കിയിട്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കിക്കോ, നിർബന്ധമായിട്ട് നോക്കിക്കോ, പരീക്ഷയ്ക്ക് എന്തായാലും ഈ ഭാഗം ഉണ്ടാവും. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. അതായത് ഡബിൾ എൻട്രി സിസ്റ്റം ഉണ്ട്, സിംഗിൾ എൻട്രി സിസ്റ്റം ഉണ്ട്. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ അക്കൗണ്ടിങ്ങിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡുവൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞില്ലേ, ഡുവൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡെബിറ്റ് വശവും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് വശവും ഉണ്ടാവും. ഇത് രണ്ടും രേഖപ്പെടുത്തണം. ഇതിനാണ് നമ്മൾ ഡുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 വശം രേഖപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ അക്കൗണ്ടിങ് ക്ലിയർ ആക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് ഡബിൾ എൻട്രി സിസ്റ്റം എന്നാണ്. ഓക്കെ, അതായത് ഡുവൽ ആസ്പെക്റ്റ് നമ്മൾ പറഞ്ഞു, ഡുവൽ ആസ്പെക്റ്റിൻ്റെ 2 വശം നിങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് ഡുവൽ ആസ്പെക്റ്റ് സിസ്റ്റം എന്നാണ്, ഡബിൾ എൻട്രി സിസ്റ്റം. ഇനി അതല്ല, നിങ്ങൾ ഒരു വശം മാത്രമാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നാണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല, അത് ഇൻകംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിൽ പറയാനുള്ളത് ക്യാഷ് ബേസിസ്, അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 സാധനമാണ്. ഇത് പിന്നെ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, അതായത് നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്യാഷ് ബേസിസിലാണോ അക്രൂവൽ ബേസിസിലാണോ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുക എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കുക. അതിനാദ്യം എന്താണ് ക്യാഷ് ബേസിസ്, എന്താണ് അക്രൂവൽ ബേസിസ് എന്നുള്ളത് എന്താക്കണം, മനസ്സിലാക്കണം. ഇനി ഇതിൽ ക്യാഷ് ബേസിസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്ന പൈസയും കൊടുത്ത പൈസയും, അതായത് അടച്ച പൈസയും കിട്ടിയ പൈസയും മാത്രം രേഖപ്പെടുത്തുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്യാഷ് ബേസിസ് എന്ന് പറയാം. അതേസമയം അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ തന്നത് മാത്രമല്ല തരാനുള്ളതും കിട്ടിയത് മാത്രമല്ല കിട്ടാനുള്ളതും എല്ലാം രേഖപ്പെടുത്തുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, അക്രൂവൽ ബേസിസ് എന്ന് പറയാം. ചെറിയൊരു ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കാം. ഇപ്പോൾ നമ്മൾ ഡിസംബർ മാസം, കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ എന്തായിട്ടുണ്ടെന്നോ, നമുക്കൊരു 24,000 റുപ്യ കിട്ടിയിട്ടുണ്ട്. ഡിസംബർ മാസത്തിൽ ഒരു 4,000 കിട്ടാനുണ്ട്. ഓക്കെ, 24,000 കിട്ടി, 4,000 കിട്ടാനുണ്ട്. അതുപോലെ തന്നെ ചിലവ് 10,000 നമ്മൾ കൊടുത്തിട്ടുണ്ട്, 2,000 കൊടുക്കാനുണ്ട്. ഇനി ക്യാഷ് ബേസിസിലാണ് നിങ്ങൾ കണക്ക് രേഖപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് 24,000 മാത്രമേ ചേർക്കുള്ളൂ. ഇനി കൊടുത്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര മാത്രമേ 10,000 മാത്രമേ എന്താവുള്ളൂ ചേർക്കുള്ളൂ. അതേസമയം അക്രൂവൽ ബേസിസിലാണെങ്കിൽ
നിങ്ങൾ 24,000 പ്ലസ് 4,000 28,000 കിട്ടിയെന്ന് രേഖപ്പെടുത്തും. പിന്നെ 10,000 പ്ലസ് 2,000 12,000 കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എന്താക്കും രേഖപ്പെടുത്തും. അപ്പോൾ കിട്ടിയതും കിട്ടാനുള്ളതും കൊടുത്തതും കൊടുക്കാനുള്ളതും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നിങ്ങൾ അക്കൗണ്ടിങ് തയ്യാറാക്കണമെങ്കിൽ അത് അക്രൂവൽ ബേസിസ് ആണ്. അതേസമയം കിട്ടിയത് മാത്രവും കൊടുത്തത് മാത്രവും, അതായത് പൈസ പോയാലും വന്നാലും മാത്രം രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിന് നമ്മൾ ക്യാഷ് ബേസിസ് എന്നും പറയും. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾക്ക് പിന്നെ പഠിക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു 3 ഷോർട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിലൊന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു GAAP എന്ന് പറഞ്ഞ സാധനം, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ്. പിന്നൊന്ന് IFRS എന്ന് പറഞ്ഞ സാധനമാണ്. IFRS എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം, സ്റ്റാൻഡേർഡ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. പിന്നെ വേറൊന്ന് ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു, നോക്കട്ടെ, ICAA, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ആ 3 സാധനം ഒന്ന് നോക്കി വെക്കണം, നല്ലതാണ്. ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളത് നെക്സ്റ്റ് പിന്നെ GSTയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. GSTയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾ പഠിക്കാനുള്ള ഒന്ന് GSTൻ്റെ ഒന്ന് ഫുൾ ഫോം ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കണത് നല്ലതാണ്. ഒന്ന് GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, പിന്നെ ഇതിലെ ഒരു സ്ലോഗൻ എന്നുള്ള രൂപത്തിൽ പറയലുണ്ട്, ഓക്കെ, ഇതിൽ ഓക്കെ 3 സാധനങ്ങൾ, ഒന്ന് CGST, പിന്നൊന്ന് SGST, പിന്നൊന്ന് IGST, ഇങ്ങനെ 3 സാധനങ്ങളാണ് ഇതിലുള്ളത്. അതിൽ CGST എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. പിന്നെ SGST എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. പിന്നെ ഒന്ന് IGST ആണ്, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇനി ഇത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതിൽ നിങ്ങൾ എന്താക്കണം, ഒരു സാധനം വാങ്ങണം. ഇപ്പം നമ്മൾ മലപ്പുറമുള്ള ഞാൻ കോഴിക്കോട് നിന്നൊരു സാധനം വാങ്ങി. ഈ മലപ്പുറവും കോഴിക്കോടും രണ്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് CGSTയും SGSTയും ആണ്. ഉദാഹരണത്തിന് ഞാൻ ഒരു 10,000 റുപ്യേൻ്റെ സാധനം എന്താക്കി ഞാൻ കോഴിക്കോട് നിന്ന് വാങ്ങി. എൻ്റെ വീട് മലപ്പുറമാണ്. 10,000 റുപ്യക്ക് ഞാൻ എന്താക്കി കോഴിക്കോട് നിന്ന് സാധനം വാങ്ങി. അപ്പോൾ എനിക്ക് ടാക്സ് കിട്ടിയത് 18% വിചാരിക്കുക. 10,000 റുപ്യേൻ്റെ 18% എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1,800 റുപ്യ എന്താക്കും, വേണ്ട 10% കണക്ക് കൂട്ടാൻ സുഖത. 10,000 റുപ്യേൻ്റെ 10% എന്ന് പറയുമ്പോൾ 1,000 റുപ്യ എന്താക്കി അതിൽ ടാക്സ് വന്നു. ഈ 1,000 റുപ്യേൻ്റെ ടാക്സിൽ 5% SGST ആണ്, 5% CGST ആണ്. അതായത് ഞാൻ 10,000 റുപ്യേൻ്റെ സാധനം വാങ്ങുന്ന സമയത്ത് ആ 10,000 റുപ്യക്ക് 1,000 റുപ്യ എന്താവും ടാക്സ് വരും. ഈ ടാക്സ് 500 കേരള സർക്കാർ എടുക്കും, 500 കേന്ദ്ര സർക്കാർ എന്താവും എടുക്കും. ഈ കേരള സർക്കാർ എടുക്കുന്നതിനാണ് നമ്മൾ SGST എന്ന് പറയാം, കേന്ദ്ര സർക്കാർ എടുക്കുന്നതിനാണ് നമ്മൾ CGST എന്ന് പറയാം. ഓക്കെ, അപ്പോൾ CGSTയും SGSTയും ഉണ്ടാവുന്നത് ഒരേ സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാട് നടത്തുമ്പോഴാണ്. ഇതിനാണ് നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറയുക, ഇൻട്രാ സ്റ്റേറ്റ്. ഇനി അടുത്ത് നമ്മൾ IGST എപ്പോഴാണ് വരിക നോക്കുക. IGST വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ മലപ്പുറത്തുള്ള ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എന്താക്കുകയാണ്, ഒരു 10,000 റുപ്യേൻ്റെ സാധനം വാങ്ങുകയാണ്. ഓക്കെ, മലപ്പുറത്തുള്ള ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എന്താക്കുകയാണ്, സാധനം വാങ്ങുകയാണ്. ഇവിടെ ഒരു സ്റ്റേറ്റ് കേരളമാണ്, മറ്റേ സ്റ്റേറ്റ് എന്താണ് കർണാടകയാണ്. ഇതിനെയാണ് നമ്മൾ ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറയാം. ഇൻ്റർ സ്റ്റേറ്റ്, മറ്റേ ഇൻട്രാ, ഇത് ഇൻ്റർ സ്റ്റേറ്റ് ഇടപാട് നടക്കുന്ന സമയത്ത് അവിടെ അപ്ലൈ ചെയ്യുന്ന ടാക്സാണ് IGST, അതായത് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞ സാധനം. ഇതിൽ സംഭവിക്കുന്ന എന്താണ്, 10,000 റുപ്യക്ക് 1,000 റുപ്യേൻ്റെ എന്തുണ്ടാവും, ടാക്സ് ഉണ്ട്. ആ ടാക്സിൽ പകുതി സെൻട്രൽ ഗവൺമെൻറ് എടുക്കും, പകുതി ആർക്കും കിട്ടും, കേരളത്തിനും കിട്ടും. ഡെസ്റ്റിനേഷൻ പ്ലേസ്, ഓക്കെ, കേരളത്തിലേക്കല്ലേ സാധനം വരുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് എന്താക്കും, പകുതി എന്താവും കേരളത്തിനും കിട്ടും.
ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, IGST എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. CGST, SGST, IGST. ഒരു സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് കച്ചവടം നടക്കുകയാണെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി സംസ്ഥാനങ്ങൾ തമ്മിൽ ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ അതിന് നമ്മൾ IGST എന്നും പറയും. ഇനി ഇതിൽ പഠിക്കാനുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ GSTൻ്റെ നേട്ടങ്ങൾ എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു 3 നേട്ടങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കും. അതിലൊന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അബോളിഷൻ ഓഫ് മൾട്ടിപ്പിൾ ടാക്സ് എന്നാണ്. അബോളിഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് പണ്ട് നമുക്ക് ഓരോ സാധനത്തിനും വ്യത്യസ്ത ടാക്സുകൾ ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഈ ടൈപ്പിന് ഒരു ടാക്സ്, വണ്ടി പോലത്തെ സാധനത്തിന് വേറെ ടാക്സ്, ഇങ്ങനെ ഓരോന്നിനും വ്യത്യസ്ത ടാക്സുകൾ ചെയ്യുന്നു. ഈ ടാക്സുകളൊക്കെ എന്താക്കി മൊത്തം ഒഴിവാക്കിയിട്ട് സാധനങ്ങൾക്ക്, ഏകദേശം സാധനങ്ങൾക്കൊക്കെ എന്താക്കി ഒരേ ടാക്സിലേക്ക് എന്താക്കി കൊണ്ടുവന്ന്. ഇതാണ് അബോളിഷൻ ഓഫ് മൾട്ടിപ്പിൾ ടാക്സ് എന്ന് പറഞ്ഞ സാധനം. രണ്ടാമത് നിങ്ങൾക്ക് പിന്നെ പഠിക്കാൻ പറ്റിയൊരു സുഖം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ റിമൂവ്ഡ് കാസ്കാഡിങ് എഫക്റ്റ് ഓൺ ടാക്സേഷൻ. അതായത് ഒരേ സാധനത്തിന് തന്നെ, അതാണ് കാസ്കാഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരേ സാധനത്തിന് തന്നെ വീണ്ടും ടാക്സ് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അതെന്തായി, ഒഴിവായി. അപ്പോൾ റിമൂവ് ദ കാസ്കാഡിങ് എഫക്റ്റ് ഓൺ ടാക്സേഷൻ. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് 2 എണ്ണമായില്ലേ. ഇനി ഇതിൽ ഇറ്റ് റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ വില എന്താക്കി കുറച്ചു. അത് ഒരേ സാധനത്തിന് നമ്മൾ ഒരുപാട് തവണ ടാക്സ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ്റെ വില എന്താവും, കൂടും. അപ്പോൾ അത് കുറക്കാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റെഡ്യൂസസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 3 സാധനമായില്ലേ. നാലാമത്തത് ഇൻക്രീസ്ഡ് റവന്യൂ ടു ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്താക്കി ഇതിലൂടെ വർദ്ധിച്ചു. അങ്ങനെ 4 അഡ്വാൻറ്റേജ് എന്താക്കുക, ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്തരം സാധനങ്ങളാണത് ഇതിൽ പഠിക്കാനുള്ളത്.